ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ഡ്രാമ എക്സ്പ്ലെയിനർ. ദൊങ്മാനെ അവന്റെ കോച്ച് നിർബന്ധിച്ച് മാച്ച് കാണാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ലേ? അതിനുശേഷം എന്താ സംഭവിക്കുന്നതെന്നാണ് ഈ എപ്പിസോഡിൽ കാണിക്കുന്നത്. റിങ്ങിലേക്ക് കയറുന്ന തക്സു എന്ന് പറയുന്ന പ്ലെയറിനെ കണ്ട് ദൊങ്മാൻ ആകെ ഫ്രീസായി. നിങ്ങൾ എന്തിനാ എന്നോട് ഇത്രയ്ക്ക് ക്രൂരത ചെയ്യുന്നേ എന്ന് ചോദിക്കുന്നു. ഞാനല്ല, നീയാണ് നിന്നോട് ക്രൂരത ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ രണ്ടുപേരും തെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നീ ഒരു കുറ്റവാളിയെ പോലെയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അവൻ എത്ര സന്തോഷത്തിലാണ് ഇപ്പൊ ജീവിക്കുന്നത് നോക്ക്. ഇത് കണ്ടിട്ടെങ്കിലും നീ മാറട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ നിന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് എന്ന് കോച്ച് പറയുന്നു. ഇവരിത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് റിങ്ങിലെ തക്സു ഫൈറ്റ് ചെയ്യുവാണ് കേട്ടോ. ഏതൊരു കായിക താരത്തിനും അവരുടേതായിട്ടുള്ളൊരു സ്റ്റൈൽ ഉണ്ടാവുമല്ലോ. അതുപോലെ നമ്മുടെ ദൊങ്മാനും മാർഷൽ ആർട്സ് ചെയ്യുന്ന സമയത്ത് അവന്റേതായിട്ടുള്ളൊരു സ്റ്റൈൽ ഉണ്ടായിരുന്നു. ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന തക്സു തന്റെ സ്റ്റൈൽ കോപ്പി അടിച്ച് ഓപ്പോണന്റ് കിക്ക് ചെയ്യുന്നത് കണ്ട് ഒരക്ഷരം പോലും മിണ്ടാൻ കഴിയാതെ ഇരിക്കാൻ മാത്രമേ ദൊങ്മാന് സാധിക്കുന്നുള്ളൂ. തക്സു ദൊങ്മാന്റെ ടെക്നിക്ക് കോപ്പി അടിച്ചു എന്ന് മാത്രമല്ല ആ ഒരു മാച്ചിൽ വിജയിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ദൊങ്മാൻ അവിടെ ഇരിക്കുന്നില്ല, ഗാലറിയിൽ നിന്നും ഇറങ്ങി പോകുകയാണ് ചെയ്യുന്നത്. തക്സുവും ദൊങ്മാനും തമ്മിൽ എന്താ കണക്ഷൻ? ഇത്രമാത്രം വിഷമിക്കാനും മാർഷൽ ആർട്സ് വേണ്ടാന്ന് വെക്കാനും ഒക്കെ ആയിട്ട് ദൊങ്മാന്റെ ലൈഫിൽ എന്താണ് സംഭവിച്ചത് എന്നൊക്കെ ഇനി ഒരു ഫ്ലാഷ് ബാക്കിലൂടെയാണ് കാണിക്കുന്നത്. 10 വർഷം മുന്നേ നടന്ന കാര്യമാണ് കേട്ടോ. 2007 നാഷണൽ ടീം സെലക്ഷൻ നടക്കാൻ പോകുകയാണ്. തക്സുവും ദൊങ്മാനുമാണ് മത്സരിക്കാൻ പോകുന്നത്. തക്സുവിന്റെ അച്ഛൻ ഒരു പൊളിറ്റീഷ്യനാണ്. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഇലക്ഷൻ നടക്കാൻ പോകുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ നടക്കാൻ പോകുന്ന ഫൈറ്റിൽ തക്സു തോറ്റുപോയിട്ടുണ്ടെങ്കിൽ അത് ഇലക്ഷന്റെ റിസൾട്ടിനെ മോശമായിട്ട് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തക്സുവിനെ ജയിച്ചേ പറ്റൂ. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൊങ്മാനെ എങ്ങനെയെങ്കിലും ഈ മാച്ചിൽ നിന്നും ഒഴിവാക്കിയേ പറ്റൂ. ദൊങ്മാന്റെ വീട്ടുകാർ ഫിനാൻഷ്യലി സ്റ്റേബിൾ അല്ല. അവർക്ക് ഒരുപാട് കടമുണ്ട്, ഒരുപാട് പണം ആവശ്യമാണ്. സോ പണം ഓഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ തക്സുവിന് ഈ മാച്ചിൽ ജയിക്കാൻ പറ്റുമായിരിക്കും എന്ന് കരുതി തക്സുവിന്റെ കോച്ച് ദൊങ്മാനോട് ഒരുപാട് സംസാരിക്കുന്നുണ്ട്. എന്നാൽ ദൊങ്മാൻ അതിലൊന്നും വീഴുന്നില്ല. ഞാൻ തോറ്റുപോയിട്ടുണ്ടെങ്കിലാണ് എന്റെ വീട്ടുകാർ വിഷമിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ തോറ്റു തരാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് കോൺഫിഡന്റ് ആയി പറയുന്നു. ദൊങ്മാന്റെ കോച്ചിനാണെങ്കിൽ ഈ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊന്നും യാതൊരു ഐഡിയയും ഇല്ല. അതുകൊണ്ട് തന്നെ കോച്ച് നീ അവനെ മലർത്തിയടിക്കണം, പറന്ന് ചവിട്ടണം എന്നൊക്കെ സാധാരണ സംസാരിക്കുന്നത് പോലെ തന്നെ സംസാരിച്ചുകൊണ്ട് ഫൈറ്റ് നടക്കുന്ന സ്ഥലത്തേക്ക് വരുവാണ്. ഈ സമയത്താണ് ദൊങ്മാന്റെ അച്ഛൻ അവന്റെ അടുത്തേക്ക് വരുന്നത്. ദൊങ്മാന്റെ അച്ഛനും മേറയുടെ അച്ഛനെ പോലെ തന്നെയാണ്. ഒരുപാട് പണം വേണം എന്ന് ആഗ്രഹിക്കുന്ന ആളൊന്നും അല്ല. തന്റെ മകൻ അവന്റെ ഡ്രീം അച്ചീവ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. ജയിക്കാതെ നീ വീട്ടിൽ കയറാന്ന് വിചാരിക്കേണ്ട എന്നാണ് അച്ഛൻ അവനോട് പറയുന്നത്. ഞാൻ തോറ്റു പോകുന്ന അച്ഛന് തോന്നുന്നുണ്ടോ? ഇതൊക്കെ ഞാൻ പുഷ്പം പോലെ ജയിക്കും, പുഷ്പം പോലെ എന്ന് ദൊങ്മാൻ അച്ഛനോട് പറയുകയും ചെയ്യുന്നുണ്ട്. അവൻ പറഞ്ഞതുപോലെ തന്നെ ഫസ്റ്റ് റൗണ്ടിൽ അവൻ തക്സുവിനെ തൂക്കി എറിയുന്നുണ്ട്. ഇതുപോലെ മാച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന സമയത്താണ് തന്റെ അനിയത്തിയുടെ സൗണ്ട് ദൊങ്മാൻ ഗാലറിയിൽ നിന്നും കേൾക്കുന്നത്. ദൊങ്മാൻ ഒരു അനിയത്തിയാണ് കേട്ടോ ഉള്ളത്. അവനേക്കാൾ ഒത്തിരി ഇളയതാണ്. കൂടാതെ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ട്. എഴുന്നേറ്റ് നടക്കാൻ സാധിക്കില്ല. വീൽ ചെയറിലാണ് ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സർജറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാറ്റം ഉണ്ടാവും എന്നാണ് പറയുന്നത്. എന്നാൽ അവരുടെ കയ്യിൽ അതിനുള്ള പണമില്ല. ചേട്ടൻ ഫൈറ്റ് ചെയ്ത് ജയിക്കുന്നത് കാണാൻ വേണ്ടി ഒരുപാട് ആഗ്രഹത്തോടെയാണ് ദോങ്ങി അങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. എന്നാൽ ദോങ്ങിയുടെ സൗണ്ട് കേൾക്കുന്നതും ദൊങ്മാൻ അവന്റെ ശ്രദ്ധ തെറ്റുന്നു എന്ന് മാത്രമല്ല ആദ്യമായിട്ട് തക്സുവിന്റെ കയ്യിൽ നിന്ന് അടി വാങ്ങുകയും ചെയ്യുന്നു. അതായിരുന്നു തുടക്കം. പെട്ടെന്ന് തക്സുവിന്റെ കോച്ച് സംസാരിച്ച ഡീലിനെ കുറിച്ച് ദൊങ്മാന് ഓർമ്മ വരുവാണ്. ദോങ്ങിയുടെ സർജറിക്ക് വേണ്ടി പണം കൊടുക്കാന്ന് പറഞ്ഞതും അച്ഛനും അമ്മയ്ക്കും വേണ്ടി പണം കൊടുക്കാന്ന് പറഞ്ഞതും എല്ലാം മാച്ചിൽ തോറ്റു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത്രയൊക്കെ ഓഫർ തരാം എന്നും പറഞ്ഞ തക്സുവിന്റെ കോച്ച് വീട്ടിലേക്ക് വന്ന സമയത്ത് ദൊങ്മാന്റെ പാരന്റ്സ് അങ്ങനെ ആട്ടി ഓടിക്കുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്റെ വീട്ടുകാർക്ക് പണത്തേക്കാൾ വലുത് ഞാൻ ജയിക്കുന്നതാണ് എന്ന കാര്യം ദൊങ്മാന് നേരത്തെ മനസ്സിലാവുകയും ചെയ്തതായിരുന്നു. എന്നാൽ ഈ ഒരു മാച്ച് മാത്രം തോറ്റു കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാ സാമ്പത്തിക പ്രശ്നങ്ങളും ഇല്ലാതായി തന്റെ വീട്ടുകാർക്ക് സന്തോഷകരമായിട്ട് ജീവിക്കാൻ പറ്റുമായിരിക്കോ എന്ന ചിന്ത ദൊങ്മാന് വരുവാണ്. ദൊങ്മാന് പണത്തിന്റെ ചിന്ത വരാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്ന തക്സു പിന്നീട് ആ ചാൻസ് വെറുതെ കളയുന്നില്ല. ദൊങ്മാനെ അടിക്കുന്നു. അവൻ വീഴുകയും ചെയ്യുന്നു. അവൻ വിചാരിച്ചിരുന്നെങ്കിൽ തക്സുവിനെ തോൽപ്പിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ തോറ്റു കൊടുക്കാൻ തീരുമാനിക്കുവാണ്. നീ എഴുന്നേറ്റ് തിരിച്ചടിച്ചിട്ടില്ലെങ്കിൽ ഇനി ഒരിക്കലും ഞാൻ നിന്നോട് സംസാരിക്കില്ല എന്ന് ദോങ്ങി ഗാലറിയിൽ നിന്നും വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ പറഞ്ഞതുപോലെ തന്നെയാണ് 10 വർഷമായി ഇന്നേ വരെ ദൊങ്മാനോട് സംസാരിച്ചിട്ടില്ല. ഇതുപോലൊരു കാര്യത്തിനായിരുന്നല്ലോ നീ തോറ്റു കൊടുത്തത് എന്ന് പറഞ്ഞ് അവന്റെ വീട്ടുകാർ അവനെ ഒരുപാട് കുറ്റപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. മാച്ച് കഴിയുന്നതും ദൊങ്മാൻ ഒരുപാട് കരയുന്നുണ്ട്. സത്യത്തിൽ ഈ ഒരു മാച്ചിൽ ജയിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ദൊങ്മാന്റെ ലെവലേ മാറേണ്ടതായിരുന്നു. അവന് വേണ്ടത് എന്താണോ അതൊക്കെ നേടിയെടുക്കാനുള്ള പണവും വഴിയെ അവനിലേക്ക് എത്തുമായിരുന്നു. എന്നാൽ ഈ ഒരു മാച്ച് തോറ്റു കൊടുക്കാനാണ് അവൻ തീരുമാനിച്ചത്. അങ്ങനെയൊക്കെ ആണെങ്കിലും ഈ മാച്ചിൽ തോറ്റു കൊടുത്തത് കാരണം എല്ലാ പ്രശ്നങ്ങളും തീരുമായിരിക്കും, ദോങ്ങിയുടെ സർജറി കഴിയുമായിരിക്കും എന്നൊക്കെയായിരുന്നു ദൊങ്മാൻ വിചാരിച്ചത്. എന്നാൽ കാര്യങ്ങൾ പിന്നീട് കൂടുതൽ വഷളാവുകയാണ് ചെയ്യുന്നത്. അത്ര നേരം നിലത്ത് കിടന്ന ദൊങ്മാൻ മാച്ച് കഴിയുന്നതും എഴുന്നേറ്റിരുന്ന് കരഞ്ഞത് കണ്ട് എല്ലാവർക്കും ഡൗട്ട് തോന്നുവാണ്. പണം വാങ്ങി തോറ്റു കൊടുത്തതാണ് എന്ന കാര്യം മാനേജ്മെന്റിന് മനസ്സിലാവുന്നു. അത് പിന്നെ വലിയൊരു വിഷയമാവുന്നു. പ്രസ് കോൺഫറൻസിലേക്കാണ് ആ ഒരു പ്രശ്നം എത്തിച്ചേരുന്നത്. ഈ സമയത്തും തക്സു ദൊങ്മാനോട് നിന്നെ കൊണ്ട് മര്യാദയ്ക്ക് അഭിനയിക്കാൻ പോലും പറ്റത്തില്ല, നീ കാരണം എല്ലാവരും പിടിക്കപ്പെടാൻ പോകുക, എനിക്ക് ഒന്നും അറിയാൻ പാടില്ല, എല്ലാ കുറ്റവും നീ തന്നെ ഏറ്റെടുക്കണം എന്ന അഹങ്കാരത്തോടെ പറയുന്നു. ദൊങ്മാന്റെ കോച്ച് ഇത് കേട്ട് മിണ്ടാണ്ടിരിക്കുവോ? അതെങ്ങനെയാ ശരിയാവുന്നേ? അവനെ പറ്റിച്ച് ഈ മാച്ചിൽ തോൽപ്പിച്ച ആളുകൾ നിങ്ങളാണ്. അപ്പൊ നിങ്ങളും റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തേ പറ്റൂ എന്ന് പറയുന്നു. എന്നാൽ തക്സു ഇതൊന്നും കേൾക്കുന്നില്ല. ദൊങ്മാനോട്
എല്ലാ കുറ്റവും നീ ഏറ്റെടുത്തേ മതിയാവും, ഇല്ലേ നിന്റെ അനിയത്തിയുടെ സർജറിക്കുള്ള പണം നീ മറന്നേക്ക് എന്ന് പറഞ്ഞ് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു. ദോങ്മാനാണേൽ ആകെ തകർന്നു പോയിരിക്കുവാണ്. വാദിക്കാനുള്ള എനർജി ഒന്നും ഇപ്പൊ അവനില്ല. അവൻ നേരെ കോച്ചിന്റെ അടുത്ത് പോയി, നിങ്ങൾ എന്നെ ഒരുപാട് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ നിങ്ങൾ ഞാൻ ചതിക്കുവാണ് ചെയ്തത്. മീഡിയയുടെ മുന്നിലേക്ക് നിങ്ങൾ വരണ്ട, അത് നിങ്ങളെയും പ്രശ്നത്തിലാക്കത്തേ ഉള്ളൂ. മാത്രമല്ല നിങ്ങളുടെ ഫോട്ടോയും പത്രത്തിൽ വന്ന നിങ്ങളുടെ കയ്യിൽ നിന്ന് ആരും മാർഷൽ ആർട്സ് പഠിക്കത്തുമില്ല എന്ന് പറയുന്നു. കോച്ച് അവന്റെ തലക്കിട്ടൊരെണ്ണം കൊടുത്ത്, ഇതൊക്കെ എന്നോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത് ഇത്ര വലിയൊരു പ്രശ്നമാവുമായിരുന്നോ? ഇനിയിപ്പോ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, വരുന്നിടത്ത് വെച്ച് കാണാം എന്നും പറഞ്ഞ് ദോങ്മാനെയും കൂട്ടി പ്രസ് കോൺഫറൻസ് നടക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെയായിരുന്നു അന്ന് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ദോങ്മാൻ ഫൈറ്റ് ചെയ്തിട്ടില്ല. ദോങ്മാൻ അന്ന് അതുപോലെ തോറ്റു കൊടുത്തത് കൊണ്ട് തന്നെ അവന് കിട്ടേണ്ട പേരും പ്രശസ്തിയും എല്ലാം കിട്ടുന്നത് തക്സുവിനാണ്. ഈ കാര്യങ്ങളെല്ലാം ആലോചിച്ച് അവൻ സ്റ്റേഡിയത്തിന്റെ പുറത്ത് നിൽക്കുവാണ്. ഈ സമയത്താണ് തക്സു അങ്ങോട്ടേക്ക് വരുന്നത്. ദോങ്മാനെ ഒന്ന് നോക്കി, ഇവനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് ചിന്തിച്ച്, നീ ദോങ്മാനല്ലേ എന്ന് ചോദിക്കുന്നു. അതെ, എന്റെ ഫ്രണ്ടിന്റെ കൂടെ മാച്ച് കാണാൻ വേണ്ടി വന്നതായിരുന്നു എന്ന് ദോങ്മാൻ റിപ്ലൈ കൊടുക്കുന്നു. എന്നാ ആ കൊടുത്ത ഉത്തരം തക്സു വിശ്വസിക്കുന്നില്ല. നീ ചുമ്മാ കള്ളം പറയേണ്ട കാര്യമൊന്നുമില്ല, നീ എന്നെ കാണാൻ വേണ്ടി വന്നതല്ലേ, നിനക്കെന്ന് ഇനിയും പണം വേണോ? ഞങ്ങളെപ്പോലുള്ളവന്മാരുടെ കയ്യിൽ നിന്ന് പണം പിഴിഞ്ഞെടുക്കുന്നത് നിന്നെപ്പോലുള്ളവന്മാർക്കൊക്കെ സ്ഥിരമുള്ള ഏർപ്പാടാണ്. ഇനി മേലാ നീ എന്നെ കാണാൻ വന്നാൽ അത് നിനക്ക് നല്ലതിനായിരിക്കില്ല. ഇനി നീ റിങ്ങിലേക്കാണ് വരുന്നതെങ്കിൽ നീ മരിച്ചു എന്ന് കൂട്ടിക്കോ എന്ന് അഹങ്കാരത്തോടെ പറയുന്നു. ദോങ്മാനങ്ങാൻ ഫീൽഡിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ തന്റെ സ്ഥാനം നഷ്ടപ്പെടും എന്ന ഭയത്തിലാണ് തക്സു ഇതെല്ലാം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ കാര്യം മനസ്സിലാക്കുന്ന ദോങ്മാൻ, എന്തുപറ്റി, ഞാൻ തിരിച്ചു വരുന്നുള്ള പേടിയുണ്ടോ നിനക്ക് എന്ന് ചോദിക്കുന്നു. ഇത് കേൾക്കുന്നതും തക്സു, ഞാൻ എന്തിനാണ് നിന്നെ പേടിക്കുന്നത് എന്ന് ചോദിച്ച് ദോങ്മാനെ അടിക്കാൻ പോകുവാണ്. തക്സു ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് തന്നെ അവിടെയുള്ള റിപ്പോർട്ടേഴ്സ് എല്ലാം ക്യാമറയും പിടിച്ച് ന്യൂസിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. സോ തക്സുവിന്റെ കോച്ച് ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അവനെ വിളിച്ചുകൊണ്ട് പോകാൻ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ അവൻ പോകുന്നില്ല എന്ന് മാത്രമല്ല, നിന്റെ അനിയത്തിക്ക് എങ്ങനെയുണ്ട്, എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയോ എന്ന് കളിയാക്കിക്കൊണ്ട് ചോദിക്കുകയും ചെയ്യുന്നു. അല്ലെങ്കിലേ ഇതുവരെ സംഭവിച്ച കാര്യവും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യവും എല്ലാം ആലോചിച്ച് ഒരു ഇമോഷണൽ റോളർ കോസ്റ്ററിലാണ് ദോങ്മാനുള്ള. ഇതിന്റെ ഇടയിൽ ഇതുപോലൊരു ചോദ്യം ചോദിച്ചാൽ അവൻ അടങ്ങിയിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അവനാകെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയാവുകയാണ്. പിന്നീട് ആരാണ്, എന്താണ്, എവിടെയാണ് നിൽക്കുന്നത് എന്നൊന്നും ദോങ്മാൻ ശ്രദ്ധിക്കുന്നില്ല. ദോങ്മാൻ അവന്റെ ഓപ്പോണന്റിനെതിരെ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അവന്റേതായിട്ടുള്ള ഒരു സ്റ്റൈല്. ആ ടെക്നിക് യൂസ് ചെയ്ത് തക്സുവിനെ അവിടെ വെച്ച് തന്നെ അടിച്ചിടുന്നു. നിനക്ക് സ്വന്തമായിട്ട് ഒരു ടെക്നിക്കും കയ്യിലില്ലാന്ന് എനിക്കറിയാം, എന്റെ സ്റ്റൈലാണ് നീ കോപ്പി അടിച്ചുകൊണ്ടിരിക്കുന്നത്. കോപ്പി അടിക്കുന്നതോ പോട്ടെ, എന്ന് അതെങ്കിലും നിനക്ക് മര്യാദയ്ക്ക് ചെയ്തൂടെ എന്ന് അലറിക്കൊണ്ട് ദേഷ്യത്തോടെ ചോദിച്ച് ദോങ്മാൻ അവിടുന്ന് പോവുകയും ചെയ്യുന്നു. ഇപ്പൊ നമ്മുടെ കോച്ചിന്റെ വണ്ടിയുടെ മുന്നിലാണ് റിപ്പോർട്ടേഴ്സ് എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കാണുന്ന കോച്ച്, ദൈവമേ ഇതെന്താ എല്ലാവരും എന്റെ വണ്ടിയുടെ മുന്നിൽ നിൽക്കുന്നേ എന്ന് ചോദിക്കുന്നു. അവര്, നിങ്ങളുടെ വണ്ടിയിട്ട് ഡാഷ് ക്യാം വെക്കാവോ, ഞങ്ങൾക്കൊരു വീഡിയോ വേണമായിരുന്നു എന്ന് പറഞ്ഞ് തക്സുവും ദോങ്മാനും തമ്മിൽ നടന്ന ഫൈറ്റിനെ കുറിച്ച് പറയുന്നു. കോച്ചിനത് വിശ്വാസം വരുന്നില്ല. ആ വീഡിയോ നേരിട്ട് കണ്ടിട്ടും വിശ്വാസം വരുന്നില്ല. കാരണം എന്താന്ന് വെച്ചാൽ ദോങ്മാൻ ഫൈറ്റ് എല്ലാം മറന്നു പോയിട്ടുണ്ടാവും എന്നാണ് കോച്ച് വിചാരിച്ചത്. എന്നാ ഒന്നും തന്നെ മറന്നിട്ടില്ല എന്നതിന് തെളിവാണ് ആ വീഡിയോ. കോച്ചിന് അത്ഭുതവും സന്തോഷവും എല്ലാം വരുവാണ്. തക്സു എന്ന് പറയുന്ന ഒരു വലിയ സെലിബ്രിറ്റിയെ അടിച്ചിട്ടത് കൊണ്ട് തന്നെ ആ വീഡിയോ നിമിഷ നേരം കൊണ്ട് വൈറൽ ആവുന്നുണ്ട്. ദോങ്മാൻ ഒഴികെ എല്ലാവരും ആ വീഡിയോ ഇരുന്ന് കാണുകയും ചെയ്യുന്നുണ്ട്. ഈ സമയത്താണ് ദോങ്മാന്റെ ജോലി സ്ഥലത്ത് സീനിയർ അവനെ വിളിക്കുന്നത്. നിനക്ക് വേറെ വല്ല സ്ഥലത്തും പണിയുണ്ടോ, ഉണ്ടെങ്കിൽ ഇത് കളഞ്ഞ് അങ്ങോട്ടേക്ക് പോകാൻ നോക്ക്. ഇത് ചുമ്മാ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. ജോലിയുണ്ട്, ഇങ്ങോട്ടേക്ക് വരണം എന്ന് ഞാൻ നിന്നോട് മുന്നേ പറഞ്ഞതല്ലായിരുന്നോ, പിന്നെ നീ ഇപ്പൊ ഏത് കാട്ടിലാ ഉള്ളേ എന്നൊക്കെ ചോദിച്ച് വളന്ന് പറഞ്ഞ് സീനിയർ അവനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ദോങ്മാൻ ആണെങ്കിൽ ഇത്രയും കാലം സീനിയർ അവനെ ട്രീറ്റ് ചെയ്ത രീതിയും അവന്റെ ലൈഫിൽ സംഭവിച്ച കാര്യങ്ങളും ഇഷ്ടമുള്ള ജോലി ചെയ്യുന്ന സമയത്ത് നമുക്കുണ്ടാവുന്ന സന്തോഷത്തിനെ കുറിച്ച് ഏറെ പറഞ്ഞതും എല്ലാമാണ് ഓർമ്മ വരുന്നത്. സീനിയർ അവനെ ചീത്ത പറഞ്ഞ് ജോലി സ്ഥലത്തേക്ക് വരാൻ പറയുന്നതും അവൻ പല കാര്യങ്ങളും ചിന്തിക്കുവാണ്. അതായത് അവന് രണ്ട് ചോയ്സ് ഉണ്ട്. ഒന്ന്, എല്ലാം ആക്സെപ്റ്റ് ചെയ്ത് ചീത്തയും കേട്ട് ഇഷ്ടമില്ലാത്ത ജോലി ചെയ്യാം. അല്ലെങ്കിൽ ഇതെല്ലാം വിട്ട് നീണ്ട 10 വർഷത്തിന് ശേഷം അവന്റെ ഡ്രീമിന് വേണ്ടി അവന് ഹാർഡ് വർക്ക് ചെയ്യാം. എന്ത് ചെയ്യണം, ഏതായിരിക്കും നല്ല തീരുമാനം എന്ന് അവൻ ഒരുപാട് ആ റോട്ടിൽ നിന്ന് ആലോചിക്കുവാണ്. അവന് ഉത്തരം കിട്ടുന്നു. ഇത്രയും കാലം അവനെ പട്ടിപ്പണി എടുപ്പിച്ചതിന് സീനിയറെ 2 തെറിയും വിളിച്ച് അവൻ നേരെ കോച്ചിന്റെ അടുത്തേക്ക് പോകുവാണ്. കോച്ചാണെങ്കിൽ ദോങ്മാനെ കാണുന്നതും ഈ തേടിയ വള്ളി കാലി ചുറ്റി എന്നൊക്കെ പറയില്ലേ, ആ അവസ്ഥയിലാണ് നിൽക്കുന്നത്. കാരണം കോച്ച് ദോങ്മാനെ അന്വേഷിച്ച് നടക്കുമായിരുന്നു. ഇനിയും എനിക്ക് മാർഷൽ ആർട്സ് പഠിക്കണം എന്ന വാക്ക് ദോങ്മാന്റെ വായിൽ നിന്നും വീഴുന്നതും കോച്ച് ഒരുപാട് ഹാപ്പി ആകുവാണ്. ഇവിടെ ഇതേ സമയം മേറെയാണ് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയൊക്കെ എടുത്ത് നിൽക്കുവാണ്, ഒരു അനൗൺസ്മെന്റ് പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഫോട്ടോയെ നോക്കി ജോളി മൂഡിൽ നിൽക്കുന്ന സമയത്താണ് മൂബിൻ അവളുടെ അടുത്തേക്ക് വരുന്നത്. ഞാൻ 3 മണിക്കൂർ ഫ്രീ ആണ്, അപ്പൊ നിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാന്ന് വിചാരിച്ചു. ഇപ്പോഴേ 1 മണിക്കൂർ പോയി, സോ ഒന്നും ആലോചിക്കാതെ നിനക്ക് കാറിലേക്ക് കയറിക്കൂടെ എന്ന് ചോദിക്കുന്നു. ഏറെയാണെങ്കിൽ എന്ത് പറയണം എന്നറിയാതെ അവനെ നോക്കിക്കൊണ്ട് നിൽക്കുകയും ചെയ്യുന്നു. ഇവിടെ സോളി വർക്ക് ചെയ്യുന്ന കമ്പനിയിലെ ആളുകൾ ടീം ഡിന്നർ കഴിക്കാൻ വേണ്ടി വന്നേക്കുവാണ്. സംഗതി ടീം ഡിന്നർ ഒക്കെയാണ്, പക്ഷെ എല്ലാവർക്കും വേണ്ട കാര്യങ്ങൾ, അതായത് ഡ്രിങ്ക്സ് ഒഴിച്ചു കൊടുക്കുക, വെള്ളം സെർവ് ചെയ്യുക, ഫുഡ് സെർവ് ചെയ്യുക, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് സോളിയാണ്. ജൂമാൻ അവളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് വിയേർഡായിട്ട് തോന്നാനുള്ള സാധ്യതയുണ്ട്. സോ അവനെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുന്നില്ല. ജൂമാന്റെ കൂടെ അവന്റെ മാനേജറും ഉണ്ട്. മാനേജർ ആണെങ്കിൽ ജൂമാനെയും അവന് ഇഷ്ടമുണ്ടായിരുന്ന ഒരു കോളീഗ് ഉണ്ടായിരുന്നല്ലോ, അവളെയും റിലേഷൻഷിപ്പിലാക്കാനുള്ള ശ്രമത്തിലാണ്. മാനേജർ, ആ പെണ്ണിന്റെ ഫാമിലി നല്ല റിച്ച് ആണ്. സത്യം പറഞ്ഞാൽ അവൾക്ക് ഇവിടെ വന്ന് വർക്ക് ചെയ്യേണ്ട ഒരു ആവശ്യവും ഇല്ല. അവളുടെ
അവളുടെ പെരുമാറ്റമൊക്കെ കാണുമ്പോൾ അവൾക്ക് ഒരുപാടായിട്ട് നിന്നെ ഇഷ്ടമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവളുടെ ലവ് ആക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും നിനക്ക് നല്ലത്. എന്നാ പിന്നെ നിനക്ക് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല, നീ സെറ്റിൽ ആവുകയും ചെയ്യും എന്നൊക്കെ ജൂമാനോട് പറഞ്ഞു വരുന്ന സമയത്താണ് സോളിയും ആ കൊളീഗും അടുത്തടുത്തായിട്ട് ഇരിക്കുന്നത് കാണുന്നത്. അവരുടെ ഒരു ഡിഫറൻസ് നോക്കിയേ, ഒരെണ്ണം കളർ ടി വി പോലെയുണ്ട്, ഒരെണ്ണം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി പോലെ ഇരിക്കുന്നത് എന്ന് പറഞ്ഞ് സോളിയെ കളിയാക്കിക്കൊണ്ടാണ് അങ്ങേര് അവിടുന്ന് പോകുന്നത്. അത് ഒട്ടും ഇഷ്ടപ്പെടാത്ത ജൂമാൻ അവളെ കളിയാക്കാനായിട്ട് നീ ആരുടെ കളവാ എന്നും ചിന്തിച്ച് അങ്ങേരുടെ ഒരു ഷൂ എടുത്ത് വലിച്ചെറിഞ്ഞ് പ്രതികാരം ചെയ്യാൻ മറക്കുന്നേ ഇല്ല. ഇതേ സമയം മൂബിനേറെ ഔട്ടിങ്ങിനൊക്കെ കൊണ്ടുപോയി അവൾ താമസിക്കുന്ന സ്ഥലത്ത് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടും അവൻ പോകാനുള്ള ഉദ്ദേശമൊന്നുമില്ല. നീ വീട്ടിലേക്ക് സേഫ് ആയിട്ട് കയറിപ്പോയത് കണ്ടതിന് ശേഷം ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞ് നിൽക്കുവാണ്. ഇത് കണ്ട് ഞാൻ താമസിക്കുന്ന സ്ഥലം അങ്ങനെ ഇവൻ കണ്ടോ ഇവൻ ഇനി എന്നെ വല്ലാതെ കുറച്ച് കാണുമോ എന്ന സംശയത്തിലാണ് ഏറെ നിൽക്കുന്നത്. അത് കാരണം വേറെ വീടാണ് ഏറെ കാണിച്ചു കൊടുക്കുന്നത് പോലും. ഈ സമയത്താണ് ഏറയുടെ പേരും വിളിച്ച് ദൊങ്മാൻ അങ്ങോട്ടേക്ക് ഓടി വരുന്നത്. ഓടി വരുന്നു എന്ന് മാത്രമല്ല, വന്ന പാടെ ഏറയെ എടുത്ത് കറക്കുവാണ് അവൻ ചെയ്യുന്നത്. ഞാൻ നിന്നോട് ഇങ്ങനെയൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞതല്ലേ എന്ന് ഏറെ അവനോട് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാ ദൊങ്മാൻ അതൊരു വിഷയമേ അല്ല. അവൻ ഒരുപാട് സന്തോഷത്തോടെ ഞാൻ എന്റെ ജോലി രാജിവെച്ചു, ഇനി മുതൽ ഞാൻ മാർഷ്യൽ ആർട്സ് പഠിക്കാൻ പോകുക. മാർഷ്യൽ ആർട്സ് കരിയറായി എടുത്ത എന്റെ പാരന്റ്സിനെയും അനിയത്തിയെയും നിന്നെയും ഒക്കെ എനിക്ക് നന്നായിട്ട് നോക്കാൻ പറ്റും. നമ്മുടെ കഷ്ടപ്പാടെല്ലാം മാറുകയും ചെയ്യും, എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട് എന്ന് പറഞ്ഞ് ഏറെയെ ഹഗ് ചെയ്യുന്നു. ഇത് കണ്ട് മൂബിനാണേൽ ഒന്നും മനസ്സിലാവാതെ ഇവനാരാടെ ഏറെയെ കെട്ടിപ്പിടിക്കാനായിട്ട് എന്ന് ചിന്തിച്ച് കാറിൽ നിന്ന് ഇറങ്ങുവാണ്. സോ ഏറെ ദൊങ്മാന് ഇതെന്റെ ഫ്രണ്ടാണ് എന്ന് പറഞ്ഞ് മൂബിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ദൊങ്മാൻ അവനെ കണ്ട് നീ എന്താ ഞങ്ങളുടെ വീട്ടിൽ ചെയ്യുന്നേ എന്ന് ചോദിക്കുന്നു. ആ ഒരു പ്രയോഗം മൂബിനെ കൂടുതൽ കൺഫ്യൂസ് ആക്കുവാണ്. ഞങ്ങളുടെ വീടോ എന്ന് അവൻ ചോദിക്കുന്നു. ഏറാ ഞങ്ങൾ അടുത്തടുത്താ താമസിക്കാറ്, അതുകൊണ്ട് ഞങ്ങളുടെ വീടെന്ന് തന്നെയാ പറയാറ് എന്ന് പറഞ്ഞ് ആ ഒരു തെറ്റിദ്ധാരണ ക്ലിയർ ചെയ്ത് അല്ല നിങ്ങൾക്ക് പരസ്പരം അറിയോ എന്ന് ചോദിക്കുന്നു. രണ്ടുപേർക്കും അതിനെക്കുറിച്ച് സംസാരിക്കാൻ കൂടുതൽ താല്പര്യമില്ല, അതുകൊണ്ട് തന്നെ ചെറുതായിട്ട് എന്നാണ് ഉത്തരം കൊടുക്കുന്നത്. ദൊങ്മാൻ അത് വിട്, നീ എന്താ ഇവിടെ എന്ന് സംശയത്തോടെ ചോദിക്കുന്നു. മൂബി നല്ല കോൺഫിഡന്റ് ആയി തന്നെ ഞാൻ ഏറെ ഡേറ്റ് ചെയ്യാൻ പോകുവാണ്, അതുകൊണ്ട് തന്നെ നീ ഇവളെ ഹഗ് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല, പിന്നെ ഒരാണും പെണ്ണും എപ്പോഴും ഫ്രണ്ട്സ് ആയിട്ടിരിക്കും എന്ന കാര്യത്തിൽ എനിക്ക് വിശ്വാസവും ഇല്ല എന്ന് പറയുന്നു. ഏറെ നൈസായിട്ട് അവന്റെ കൈ വിടുവിച്ച് നീ തെറ്റിദ്ധരിച്ചിരിക്കുക, ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറയുവാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും സിബ്ലിങ്സ് ആണെന്ന് പറയാം. ഇവൻ എനിക്ക് എന്റെ ബ്രദറിനെ പോലെയാ എന്ന് പറയുന്നു. ഇത്ര നേരം ഇവരുടെ സംസാരം കേട്ട് മിണ്ടാതിരുന്ന ദൊങ്മാൻ ഇത് കേൾക്കുന്നതും റിയാക്ട് ചെയ്യുവാണ്. അവൻ ഏറെയോട് നമ്മൾ സിബ്ലിങ്സ് അല്ല, ഞാൻ നിന്റെ ബ്രദറും അല്ല, നീ ഇവനെ ഡേറ്റ് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്നു. ഏറെ ഒന്നും മനസ്സിലാവാതെ നീ എന്താ ഇപ്പോ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇതിനു മുന്നേ നീ എന്റെ റിലേഷൻഷിപ്പിലൊന്നും തലയിടാൻ വന്നിട്ടുണ്ടായിരുന്നില്ലല്ലോ, ഇപ്പൊ എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നു. അന്ന് എനിക്കൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല, എന്നാ ഇന്ന് എനിക്കത് ഇഷ്ടമല്ല, നീ ഇവനെ ഡേറ്റ് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് ദൊങ്മാൻ പറയുന്നു. മൂബിന് ദൊങ്മാന്റെ മുന്നിൽ അങ്ങനെ അങ്ങോട്ട് തോറ്റു കൊടുക്കാൻ പറ്റില്ലല്ലോ, ജയിക്കണമല്ലോ. സോ അവൻ ഏറെയോട് നീ എന്നെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഞാൻ ഇപ്പൊ വരട്ടെ എന്ന് ചോദിക്കുന്നു. ദൊങ്മാന് ടെൻഷൻ അവൻ വേറെ എന്ത് വേണം, എന്തോന്ന് നീ ഇവനെ നട്ടപ്പാതിരിക്ക് വീട്ടിലേക്ക് വിളിച്ചോ എന്ന് ചോദിക്കുന്നു. ഞാൻ ചുമ്മാ തമാശയ്ക്ക് പറഞ്ഞതാ എന്ന് ഏറെ അവനോട് പറയുന്നുണ്ട്. എന്നാ മൂബിൻ സീരിയസ് ആയിട്ടാണ് ആ കാര്യം എടുത്തേക്കുന്നത്. നമുക്ക് നിന്റെ വീട്ടിലേക്ക് പോവാം എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുവാണ്. ദൊങ്മാനാണെങ്കിൽ ഞാൻ ജീവനോടെ ഉള്ളിടത്തോളം നീ ഇവളുടെ വീട്ടിലേക്ക് ഈ സമയത്ത് പോവില്ല എന്ന വാശിയിലാണ് ഉള്ളത്. അതിനുവേണ്ടി ഏറെയുടെ അച്ഛനെ വരെ കോൾ ചെയ്ത് സംസാരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അവൻ. ഇത് കേട്ട് മൂബിൻ ഏറെയോട് പറഞ്ഞ പോലെ ഈ സമയത്ത് നിന്റെ വീട്ടിലേക്ക് വരുന്നത് അത്ര ശരിയല്ല, സോ നമുക്ക് പുറത്തു പോയി കഴിക്കാം എന്ന് പറഞ്ഞ് ഏറെയും കൂട്ടിക്കൊണ്ടു പോകുന്നു. ഒരു സെക്കൻഡ് പോലും വെയിറ്റ് ചെയ്യുന്നില്ല, ദൊങ്മാൻ അവളുടെ കൈ പിടിച്ചു വെച്ച് ഞാനും നിങ്ങളുടെ കൂടെ വരുന്നുണ്ട്, എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട് എന്ന് പറയുന്നു. അവൻ എന്തുകൊണ്ടാ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത് എന്ന കാര്യം ഏറെക്ക് അറിയില്ല, പക്ഷെ വിചാരിച്ച കാര്യം നടത്തിയെടുക്കാതെ അവൻ അടങ്ങിയിരിക്കില്ല എന്ന കാര്യം അവക്കറിയാം. അതുകൊണ്ട് തന്നെ ഫുഡ് കഴിക്കാൻ ദൊങ്മാനെയും കൂടെ കൂട്ടുന്നു. ഇപ്പൊ ഏറെ അവരോട് നിങ്ങൾ ഒരേ സ്കൂളിലല്ലേ പഠിച്ചേ, നിങ്ങൾ ഫ്രണ്ട്സ് ആയിരുന്നോ എന്ന് ചോദിക്കുന്നു. ഞാൻ അവന്റെ ഫ്രണ്ട് ഒന്നും അല്ല, ഒരക്ഷരം അവൻ പഠിക്കില്ലായിരുന്നു, എന്നും ടീച്ചറിന്റെ കയ്യിൽ നിന്ന് അടി വാങ്ങലായിരുന്നു അവന്റെ ഹോബി എന്നെല്ലാം മൂബിൻ പറയുന്നു. ദൊങ്മാന്റെ കാര്യവും മറിച്ചൊന്നുമല്ല, ഇവനൊക്കെ ആരെങ്കിലും ഫ്രണ്ട് ആക്കൂ എന്നാണ് മൂബിനെ കുറിച്ച് ദൊങ്മാനും പറയുന്നത്. ഫുഡ് വരുന്നതും ദൊങ്മാൻ നല്ല എക്സൈറ്റഡ് ആയി ബഹളം ഉണ്ടാക്കി ഫുഡ് കഴിക്കുന്നു. ഇത് കണ്ട ഏറ നമുക്ക് കുറച്ച് ഡീസന്റ് ആയി ഫുഡ് കഴിച്ചൂടെ എന്ന് അവനോട് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവര് രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മൂബിന് ഇഷ്ടപ്പെടുന്നില്ല. സോ അവൻ ഏറെയോട് ഞാൻ എല്ലാ ജോലിയും പെൻഡിങ്ങിൽ വെച്ചിട്ടാണ് ഇപ്പൊ നിന്റെ അടുത്തേക്ക് വന്നിട്ടുള്ളത്, ഞാൻ നിന്നെ കുറിച്ച് തന്നെയാ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, ദിവസം ഒരു 50 തവണയെങ്കിലും നിന്നെ കുറിച്ച് ഓർക്കാറുണ്ട് എന്നെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത് കേൾക്കുന്ന ദൊങ്മാനാണെങ്കിലോ ചിരിക്കുവാണ് ചെയ്യുന്നത്. ചിരിക്കുവാന്ന് പറഞ്ഞാൽ പോരാ, കളിയാക്കി ചിരിക്കുവാണ് ചെയ്യുന്നത്. എന്ന ഏറെക്ക് അതൊരു വിഷയമല്ല, മൂബിന്റെ സംസാരത്തിൽ ഒന്നുകൂടെ ഇംപ്രസ്ഡ് ആവുകയാണ് ചെയ്യുന്നത്. നീ എന്താ ഇത്ര സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് സംസാരിക്കുന്നത് എന്ന് അവൾ ചോദിക്കുന്നു. മൂബിൻ അത് കേട്ട് ചിരിക്കുകയും ചെയ്യുന്നു. ഇത് കണ്ട് സഹിക്കാൻ പറ്റാത്ത ദൊങ്മാൻ ഏറെയുടെ ചെയർ പിടിച്ച് അവന്റെ അടുത്തേക്ക് വലിക്കുവാണ്.
പറയുവാണ്, ഈ ഫുഡ് പെട്ടെന്ന് കഴിക്കാൻ നോക്കി, ഇത് തണുത്തു പോയാൽ ഒന്നിനും പറ്റില്ല എന്നാണ് അവൻ കാരണമായിട്ട് പറയുന്നത്. ഇവിടെ ഇതേ സമയം സോളി ഒരു ഡ്രസ്സ് നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. അത് അവൾക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട്. അത് മനസ്സിലാക്കുന്ന ജൂമാൻ അത് വാങ്ങിക്കൊടുക്കാൻ വേണ്ടി അവളെ ആ ഷോപ്പിലേക്ക് കൊണ്ടുപോകുവാണ്. സോളിക്ക് ആ ഡ്രസ്സ് ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നല്ല ഭംഗിയുണ്ട്, എന്നാൽ അത് എക്സ്പെൻസീവ് ആണ്. സോ അവള് ഈ ഡ്രസ്സിന്റെ സൈസ് ശരിയല്ല, ഫിറ്റിംഗ് ശരിയല്ല എന്നെല്ലാം ഓരോ കാരണങ്ങൾ പറയുന്നു. ഇതുപോലെ അവൾ ഓരോ കാരണങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ജൂമാന് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ അവൾക്ക് ആ ഡ്രസ്സ് വാങ്ങിക്കൊടുത്ത് അവളെയും കൂട്ടി വെളിയിലേക്ക് വരുന്നു. സോളി, എനിക്കെന്തിനാ ഇത്ര കോസ്റ്റ്ലി ആയ ഡ്രസ്സ് വാങ്ങി തന്നെ? നിന്റെ കയ്യിൽ പണം തീർന്നു പോവില്ലേ? എനിക്കിതിന്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറയുന്നു. ജൂമാൻ ഇത് കാണുമ്പോൾ ദേഷ്യമാണ് വരുന്നത്. കാരണം കമ്പനിയിൽ എല്ലാവരും സോളിയെ കുറച്ച് കാണുവാണ്. നേരത്തെ ജൂമാന്റെ മാനേജർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV ആയിട്ടായിരുന്നു സോളിയെ കമ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോളി ജോലിക്ക് പോകുന്നുണ്ട്, അവളുടെ കാര്യങ്ങൾ ചെയ്യാനുള്ള പണം അവൾ സമ്പാദിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ആ പണം അവൾ അവൾക്ക് വേണ്ടി ചിലവഴിക്കാറില്ല. മറ്റു ഡ്രസ്സുകൾ എക്സ്പെൻസീവ് ആണെന്ന് പറഞ്ഞ് ഓഫീസിലേക്ക് യൂണിഫോം ആണ് അവൾ യൂസ് ചെയ്യാറ് പോലും. അതായത് അവൾ അവൾക്ക് വേണ്ടി ഒന്നും ചെയ്യാറില്ല. ഈ പണമെല്ലാം ജൂമാന് വേണ്ടി ചിലവഴിക്കാനാണ് അവൾക്ക് ഇഷ്ടം. പണ്ട് മുതലേ അത് ശീലമായ കാര്യമായിരുന്നു. ജൂമാന് വേണ്ടിയാണ് അവൾ എല്ലാ പണവും ചിലവഴിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പൊ ജൂമാൻ സമ്പാദിക്കുന്നുണ്ട്, സോളിയേക്കാൾ കൂടുതൽ ഏൺ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതായത് സോളിക്ക് ഇനി മുതൽ അവളുടെ കാര്യം ശ്രദ്ധിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അവൾ അങ്ങനെയല്ല ചെയ്യുന്നത്. ജൂമാൻ നന്നായി ഡ്രസ്സ് ധരിക്കണം, ജൂമാൻ നന്നായി നടക്കണം എന്നൊക്കെയുള്ളൊരു മനോഭാവമാണ് സോളിക്കുള്ളത്. അവന് വേണ്ടി സോളി എല്ലാ കാര്യങ്ങളും സാക്രിഫൈസ് ചെയ്യുന്നത് അവന് ഇഷ്ടമല്ല. നീ എന്തിനാ എപ്പോഴും ഇങ്ങനെ ചെയ്യുന്നേ എന്ന് ചോദിച്ചാൽ അവൻ അവളെ വഴക്ക് പറയുവാണ്. അവന്റെ ശബ്ദം കൂടുന്നു, രണ്ടുപേരും തമ്മിൽ വഴക്കാവുന്നു. സോളി ദേഷ്യം വന്ന് അവൻ വാങ്ങിക്കൊടുത്ത ഡ്രസ്സും വലിച്ചെറിഞ്ഞ് കിട്ടിയ ടാക്സിയും വിളിച്ച് വീട്ടിലേക്ക് പോകുകയാണ് ചെയ്യുന്നത്. പോകുന്ന വഴിയിൽ അവൾ ഒരുപാട് കരയുന്നുണ്ട്. ജൂമാനാണെ സോളിയെ വഴക്ക് പറഞ്ഞതിന്റെ കുറ്റബോധത്തിൽ നിൽക്കുവാണ്. ഈ സമയത്താണ് ആ കോളീഗ് അങ്ങോട്ട് വരുന്നത്. അവൾ അവന് ലിഫ്റ്റ് കൊടുക്കാന്ന് ഒരുപാട് നിർബന്ധിച്ച് പറയുന്നത് കാരണം മടിച്ച് ജൂമാൻ കാറിലേക്ക് കയറുന്നു. ഇവിടെ ഇവർ 3 പേരും ഫുഡ് കഴിച്ച് തിരിച്ചു വന്നിട്ടുണ്ട്. എന്നാൽ മൂബിൻ അവിടുന്ന് പോയിട്ടില്ല. നീ ആദ്യം പൊക്കോ, നീ വീട്ടിലേക്ക് സേഫായി എത്തിയതിനു ശേഷം ഞാൻ പൊക്കോളാം എന്നാണ് അവൻ ഏറയോട് പറയുന്നത്. സോ ഏറ, അയ്യോ ഞാനിനി എന്ത് ചെയ്യും? ഇവനെ കൊണ്ട് ഇത് വലിയ ശല്യമായല്ലോ. ഞാൻ നേരത്തെ എന്റെ വീട് മാറ്റി പറഞ്ഞതാണെന്ന് അവൻ ഇപ്പൊ കണ്ടുപിടിക്കും എന്ന് ടെൻഷനായി പറഞ്ഞ് വേണോ വേണ്ടയോ എന്ന് കരുതി അവൾ സ്റ്റെപ്പ് കയറുന്നു. ദോങ്മാൻ പെട്ടെന്ന് അവളുടെ കൈ പിടിച്ച്, നീ ഇപ്പൊ വീട്ടിലേക്ക് പോണ്ട, നമുക്ക് നേരെ ടെറസിലേക്ക് പോവാം. നീ എവിടെയാ താമസിക്കുന്നതെന്ന് അവൻ അറിയുന്നത് നല്ലതല്ല എന്ന് പറയുന്നു. ഇത് കൊള്ളാലോ, ഇവൻ അറിയാതെ എടുത്ത തീരുമാനമാണെങ്കിലും എനിക്കാണല്ലോ ഗുണം ചെയ്യുന്നത് എന്ന് ചിന്തിച്ചേറെ അവന്റെ കൂടെ പോവുകയും ചെയ്യുന്നു. ഇപ്പൊ റൂഫ് ടോപ്പിൽ എത്തിയതിനു ശേഷം ദോങ്മാൻ ഏറയോട്, നീ എപ്പോഴാ അവനെ ഡേറ്റ് ചെയ്യാൻ തുടങ്ങിയ, ഇതെന്താ സംഭവം എന്ന് ചോദിക്കുന്നു. അതൊക്കെ ഒരു വലിയ കഥയാ, നീ അത് വിട്, നീ എന്തിനാ ജോലി റിസൈൻ ചെയ്തേ എന്ന് ഏറെ ചോദിക്കുന്നു. ദോങ്മാൻ അവന്റെ തീരുമാനം പറയുന്നത് കേട്ടേറ, നല്ലൊരു ജോലിയും കളഞ്ഞ് നീ ഇപ്പൊ മാർഷൽ ആർട്സിന് ചേരാൻ പോകുവാണോ? 10 വർഷമായിട്ട് നീ മര്യാദയ്ക്ക് എക്സസൈസ് പോലും ചെയ്യാറില്ല, ആ നീയാണോ ഫൈറ്റ് ചെയ്യാൻ പോകുന്നേ എന്ന് ചോദിക്കുന്നു. അവനെടുത്ത തീരുമാനം ഇഷ്ടപ്പെടാതെയുള്ള ഏറയുടെ സംസാരം കേട്ട് ദോങ്മാൻ, ഒരുപാട് കാലത്തിന് ശേഷം മൈക്ക് പിടിച്ചപ്പോ നീ ഒത്തിരി ഹാപ്പി ആയെന്നല്ലേ നീ എന്നോട് പറഞ്ഞേ? എനിക്ക് ഹാപ്പിനെസ് തരുന്നത് മാർഷൽ ആർട്സ് ആണ്, അത് ഞാൻ ചെയ്തോടാന്നാണോ നീ പറയുന്നേ? എന്തുകൊണ്ടാണ് നീ ഇതുപോലെ സംസാരിക്കുന്നേ എന്ന് ചോദിക്കുന്നു. ദോങ്മാൻ സക്സസ്ഫുൾ ആവണം, ഹാപ്പി ആവണം എന്നൊക്കെയാണ് ഏറയുടെ ആഗ്രഹവും. പക്ഷെ മാർഷൽ ആർട്സ് എന്ന് പറയുന്നത് ഒത്തിരി അപകടം പിടിച്ച പരിപാടിയാണല്ലോ. കൈയും കാലും ഉൾപ്പെടെ ശരീരത്തിലെ എല്ലാ ഭാഗത്തിനും പരിക്ക് പറ്റാനുള്ള സാധ്യതയുണ്ട്. ദോങ്മാൻ അതുപോലെ അടി വാങ്ങുന്നതും വേദന സഹിക്കുന്നതും ഒന്നും ഏറെക്ക് ഇഷ്ടമല്ല. അത് കണ്ടു നിൽക്കാൻ അവൾക്ക് സാധിക്കത്തുമില്ല. അതുകൊണ്ടാണ് മാർഷൽ ആർട്സ് വേണ്ട, പഴയ ജോലിക്ക് പോകുന്ന അവൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവളുടെ ടെൻഷൻ എന്താന്ന് കേൾക്കുന്ന ദോങ്മാൻ ചെറുതായി ഒന്ന് ചിരിച്ചുകൊണ്ട്, ഓ അപ്പൊ അതാണ് എന്റെ കാര്യത്തിൽ കെയർ ചെയ്യുന്നത് കൊണ്ടാണല്ലേ നീ അങ്ങനെ പറയുന്നേ എന്ന് ചോദിക്കുന്നു. ഏറ, അതുകൊണ്ടൊന്നുമല്ല, നീ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മുടെ വീട്ടിൽ ഒരു പട്ടിയെ വളർത്തുന്നുണ്ടെന്ന് വിചാരിച്ചോ, അതിനെവിടുന്ന് അടി കിട്ടരുതെന്ന് നമ്മൾ ആഗ്രഹിക്കുമല്ലോ, അതേ ഞാനും വിചാരിച്ചുള്ളൂ എന്ന് പറയുന്നു. ദോങ്മാൻ, ആഹാ നീ ഒരു പട്ടിയോടാണോ എന്നെ കമ്പയർ ചെയ്യുന്നേ? പെണ്ണായി പോയി, അല്ലെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് കിട്ടിയേനെ നിനക്ക് എന്നൊക്കെ അവൻ കലപിലാന്ന് സംസാരിക്കുന്നുണ്ട്. ഏറെ അത് കെയർ ചെയ്യാതെ മര്യാദയ്ക്ക് നാളെ ആ ജോലിക്ക് തന്നെ തിരിച്ചു പോക്കോ. ആ ജോലി നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ വേറെ വല്ല ജോലിയും ഞാൻ തന്നെ ശരിയാക്കി തരാം, അല്ലാതെ മാർഷൽ ആർട്സ് എന്നും പറഞ്ഞ് എന്റെ അടുത്തേക്ക് വരാൻ നിൽക്കരുത് എന്ന് പറഞ്ഞു പോകുന്നു. എന്നാൽ ദോങ്മാൻ അവളെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. പെട്ടെന്ന് അവളുടെ കൈ പിടിച്ച് വലിക്കുവാണ്. ഏറെ ഷോക്കാവുന്നു. ദോങ്മാൻ അതിനേക്കാൾ ഏറെ ഷോക്കാവുന്നു. കാരണം അത്ര ഫോഴ്സ് അവൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഏറെ അവനൊരു തള്ളും വെച്ചു കൊടുത്ത്, നിന്നോട് ഞാൻ ഇതുപോലെ ചെയ്യരുതെന്ന് ഒരുപാട് തവണ പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിക്കുന്നു. ദോങ്മാൻ, ഞാനിതിന് ആ ഒരു അർത്ഥത്തിൽ ചെയ്തതൊന്നുമല്ല, നിന്നോട് സംസാരിക്കണമെന്ന് തോന്നി അതുകൊണ്ട് ചെയ്തതാ എന്ന് പറഞ്ഞ്, നീ ഇനിയും മൂബിന്റെ കൂടെ ഡേറ്റിന് പോകുന്നുണ്ടോ? നീ പോണ്ട എന്ന് പറയുന്നു. ഞാൻ ഡേറ്റിന് പോണ്ടാന്ന് നീ എന്തിനാ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? അല്ല, നീ എന്തിനാ ഇന്ന് ഞങ്ങളുടെ കൂടെ ഫുഡ് കഴിക്കാൻ വന്നേ എന്ന് ഏറെ ചോദിക്കുന്നു. അവൻ സത്യം എന്താണെന്നുള്ളത് പറയുമായിരിക്കും എന്ന് കരുതിയാണ് ഏറെ അത് ചോദിച്ചേ. പക്ഷേ അത് പിന്നെ എനിക്ക് നന്നായിട്ട് വിശന്നു, അപ്പൊ ഞാൻ നിങ്ങളുടെ കൂടെ വന്നു എന്നാണ് അവൻ പറയുന്നത്. ഏറെ ദോങ്മാന്റെ ഫേസ് പിടിച്ച് അവൾക്ക് നേരെ നിർത്തി, നീ എന്തുകൊണ്ടാ ഇങ്ങനെ ആക്ട് ചെയ്യുന്നേ, എന്തുകൊണ്ടാ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നേ എന്നൊന്നും എനിക്കറിയാൻ പാടില്ല. ഞാൻ നിന്നോട് ഈ കാര്യം മുന്നേ പറഞ്ഞിട്ടുള്ളതാ. എന്നെ പോലെ ഗ്രാമത്തിൽ വളർന്ന ഒരു പെണ്ണിനെ കൺഫ്യൂസ് ചെയ്യാൻ നിൽക്കരുത്
എന്ന് വാണിംഗ് കൊടുത്ത് അവിടുന്ന് പോകുന്നു. ഇതെല്ലാം സംസാരിച്ചു പോയതിനു ശേഷം ദോങ്മാൻ ഉറക്കം വരുന്നില്ല. ഇതെന്താ പെട്ടെന്ന് അവളെ കാണാൻ നല്ല ഭംഗിയുള്ളത് പോലെയൊക്കെ തോന്നുന്നേ എന്നാണ് അവൻ ചിന്തിക്കുന്നത്. ഇവിടെ ഏറെയും ദോങ്മാനെ കുറിച്ചാണ് ആലോചിക്കുന്നത്. ഇവൻ ഇത്ര കാലം ഇല്ലാത്ത പ്രശ്നമാണല്ലോ ഇപ്പോ. അവന്റെ പെരുമാറ്റം ആകെ മൊത്തം മാറിയതുപോലെയുണ്ട് എന്നൊക്കെ അവളും പറയുന്നു. നെക്സ്റ്റ് ഡേ മോർണിംഗ് സോളിയും ജൂമാനും തമ്മിലുള്ള പ്രശ്നമൊക്കെ അവർ പറഞ്ഞു തീർത്തിട്ടുണ്ട് കേട്ടോ. സോളിക്ക് അധിക സമയമൊന്നും ജൂമാനോട് വഴക്കുണ്ടാക്കി ഇരിക്കാൻ പറ്റില്ല. അങ്ങനെ അവരിപ്പോ ജോലിക്ക് പോകാൻ വേണ്ടി റെഡിയായി വരുവാണ്. ഈ സമയത്താണ് തീരെ പ്രതീക്ഷിക്കാത്ത ഒരാളെ അവർ കാണുന്നത്. ദോങ്മാന്റെ എക്സ് ഗേൾ ഫ്രണ്ടായ ഹെറാൻ. അവൾ അവരോട് നിങ്ങളും ഇവിടെയാണോ താമസിക്കുന്നത്? ഇതല്ലേ ദോങ്മാൻ താമസിക്കുന്ന വീട് എന്ന് ചോദിച്ച് ദോങ്മാന്റെ വീടിന്റെ കോളിംഗ് ബെല്ലടിക്കാൻ പോകുന്നു. സോളി പെട്ടെന്ന് തന്നെ പോയി ആ കോളിംഗ് ബെല്ലും മറച്ചു പിടിച്ച് ഏറയെ വിളിക്കുന്നു. ജൂമാനും ഏറയുടെ പേര് വിളിച്ചു കൂവുന്നുണ്ട്. കാരണം ഏറയ്ക്ക് മാത്രമേ ഹെറാനോട് പിടിച്ചു നിൽക്കാൻ പറ്റാറുള്ളൂ. ഏറ വരുന്നതും സോളി എന്തൊക്കെയോ അവളുടെ ചെവിയിൽ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഏറ എന്ത് ധൈര്യം ഉണ്ടായിട്ടാ നീ ഇങ്ങോട്ടേക്ക് വന്നേ എന്നാണ് ഹെറാനോട് ചോദിക്കുന്നത്. നീയല്ലേ ദോങ്മാന്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്, അവൻ വേറെ എങ്ങോട്ടോ പോയിട്ടുണ്ട്, ഞങ്ങൾ തമ്മിൽ കോണ്ടാക്ട് ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇതെന്താ സംഭവം എന്ന് ഹെറാൻ ചോദിക്കുന്നു. ഏറ നീ അവനെ കോണ്ടാക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി തന്നെയാ ഞാൻ അങ്ങനെ പറഞ്ഞത്. നിനക്ക് തോന്നുമ്പോ അവനെ വലിച്ചെറിയാ, പിന്നെ അവന്റെ അടുത്തേക്ക് വരാ, അതിനി നടക്കില്ല. അതിന് ഞാൻ സമ്മതിക്കില്ല. ഇനിയും അവനെ ഒട്ടാൻ വേണ്ടി വന്നതാണെങ്കിൽ കൊന്നു കളയും ഞാൻ എന്ന് ദേഷ്യത്തോടെ പറയുന്നു. ഇവര് തമ്മിലുള്ള ആർഗ്യുമെന്റ് നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് ഡോറും തുറന്ന് ദോങ്മാൻ പുറത്തേക്ക് വരുന്നത്. അവനെ കാണുന്നതും ഹെറാൻ പാവം പോലെ അഭിനയിക്കുവാണ്. വളരെ സൗമ്യമായ രീതിയിൽ ഒത്തിരി സ്നേഹം കാണിച്ചുകൊണ്ടാണ് അവൾ അവനെ വിളിക്കുന്നത് പോലും. ദോങ്മാൻ ഒന്നും മിണ്ടുന്നില്ല. മറ്റുള്ളവരാണെങ്കിൽ ദൈവമേ ഇനിയും ഇവനവളെ ആക്സെപ്റ്റ് ചെയ്യോ എന്ന് ചിന്തിച്ചുകൊണ്ട് നിൽക്കുവാണ്. അങ്ങനെ ചിന്തിക്കാൻ കാരണം ഒരുപാട് കാലമായിട്ട് ദോങ്മാനും ഹെറാനും തമ്മിൽ റിലേഷൻഷിപ്പിലായിരുന്നു. ദോങ്മാനുമായിട്ട് റിലേഷനിലായിരിക്കുന്ന സമയത്ത് തന്നെ അവള് വേറെ വല്ല പണക്കാരൻ ചെക്കനെയും കണ്ട അവന്റെ പുറകെ പോകും. അത് ബ്രേക്കപ്പ് ആയാൽ തിരിച്ച് ദോങ്മാന്റെ അടുത്തേക്ക് തന്നെ വരും. എന്നിട്ട് വീണ്ടും അവനെ ഒഴിവാക്കി വേറെ വല്ലവരുടെയും കൂടെ പോകും. അത് ബ്രേക്കപ്പ് ആവുന്ന സമയത്ത് തിരിച്ച് ദോങ്മാന്റെ അടുത്തേക്ക് തന്നെ വരും. ഇതൊക്കെ തന്നെയാണ് ഒരുപാട് കാലമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ തവണ അവള് തിരിച്ചു വരുന്ന സമയത്തും ഒരുപാട് പാവമായിട്ട് അഭിനയിക്കുന്നത് കൊണ്ട് തന്നെ ദോങ്മാൻ അവളെ ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും. അവളുടെ ഈ ഒരു സ്വഭാവം കൊണ്ട് തന്നെ ഏറയ്ക്കും സോളിക്കും ജൂമാനും ഒന്നും ഹെറാന് തീരെ ഇഷ്ടമല്ല. അവളുടെ കല്യാണം കഴിഞ്ഞു പോയതിനു ശേഷം ദോങ്മാൻ എങ്ങനെയോ ആ ഒരു ബ്രേക്കപ്പിൽ നിന്നും റിക്കവറായി വന്നതായിരുന്നു. എന്നാൽ ഇപ്പൊ അവള് ഡിവോഴ്സ് ആയിട്ടുണ്ട്. സോ ദോങ്മാന്റെ അടുത്തേക്ക് തിരിച്ചു വന്നിരിക്കുവാണ്. ഹെറാൻ ഇപ്പൊ ഞാൻ പോകുവാണ്, ഞാൻ നിന്നെ കോൾ ചെയ്യാട്ടോ, കോൾ അറ്റൻഡ് ചെയ്യണേ എന്ന് ദോങ്മാനോട് പറയുന്നു. ദോങ്മാനാണെങ്കിൽ ഒരു റിപ്ലൈയും കൊടുക്കാതെ നിൽക്കുന്നത് കണ്ട് ഏറയ്ക്ക് നന്നായി ദേഷ്യം വരുന്നുണ്ട്. അവനൊന്നും മിണ്ടില്ലായിരിക്കാം, എന്നാൽ ഇനി അവന്റെ അടുത്തേക്ക് വരാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് ഏറ പറയുന്നു. സോളിയും ജൂമാനും അത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. ഹെറാൻ അവരോട് ഇത് ഞങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള പ്രശ്നമാണ്, നിങ്ങൾ ഇതിൽ തലയിടേണ്ട ഒരു ആവശ്യവും ഇല്ല എന്ന് പറയുന്നു. ഈ വിഷയത്തിൽ ഞാൻ തലയിടും മോളെ എന്ന് ഏറ പറയുന്നു. ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് കാണാം എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചുകൊണ്ട് ഹെറാൻ അവിടുന്ന് പോകുന്നു. ഇത്രയൊക്കെ കാര്യങ്ങൾ ഇവിടെ നടന്നിട്ടും ഞാൻ ഈ നാട്ടുകാരനെ അല്ല എന്ന പോലെ നിൽക്കുന്ന ദോങ്മാനെ കണ്ട് ഏറയ്ക്ക് നന്നായി ദേഷ്യം വരുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് 4ാമത്തെ എപ്പിസോഡ് തീരുന്നത്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.